നമസ്കാരം എല്ലാവർക്കും ഗ്യാൻ അക്കാദമി മലയാളത്തിൻ്റെ പുതിയൊരു ഫിസിക്സ് സെഷനിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ലാസ്റ്റ് ടോപ്പിക്കായ ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മൾ 3 ഡെറിവേഷൻസ് ആണ് റിലേറ്റഡ് ടു ഗോസ് തിയറം. സോ വി ക്യാൻ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദി സെഷൻ. അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലാണ്. യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹോളോ സ്പിയർ ഓഫ് സ്മോൾ തിക്നെസ്, ഒരു തിക്നെസ് ഉള്ള ഒരു സ്പിയറാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കൺസിഡർ എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ വിത്ത് ഇറ്റ് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ. സോ ക്യാപിറ്റൽ ആർ ഒറിജിനിൽ നിന്ന് മറ്റേ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ആൻഡ് ലെറ്റ് a charge q be given to the shell. It gets distributed over the shell uniformly. Okay, q എന്ന് പറയുന്ന ചാർജ് ഗിവൻ ടു ദ ഷെൽ, ഈ ഒരു ചാർജ് മൊത്തം സ്ഫെറിക്കൽ ഷെല്ലിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ആണ്. Therefore the total charge q is equal to 4 pi r square into sigma. Here the electric field is radially outwards. സ്ഫെറിക്കൽ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് സർട്ടൻ കേസസ് ഉണ്ട്. ഓക്കെ, ഫീൽഡ് ഡയറക്ഷനെ അനുബന്ധിച്ച് കുറേ കേസസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ കേസിലുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസ്, ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ഫീൽഡ് ഒരു പോയിന്റ് നമ്മൾ സെല്ലിന് ഔട്ട്സൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ എ പോയിന്റ് പി ഔട്ട്സൈഡ് ദ ഷെൽ അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഷെൽ. Let E be the electric field at P. Now imagine a spherical surface of radius small r and center coinciding with the center of the shell as the Gaussian surface. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ഫെറിക്കൽ സർഫസ്. ഓക്കെ, സോ നമ്മുടെ സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസ്. കാരണം നമ്മുടെ ഈ വെക്റ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതായത് കൺസിഡർ ചെയ്യാൻ പോകുന്ന സർഫസും ഇതും എങ്ങനെയായിരുന്നു, ഒരേ ലൈനിലാണ് വരുന്നത്. ഓക്കെ, സോ വിച്ച് മീൻസ് കോസ് തീറ്റ വിൽ ബിക്കം 0. സോ ഇ ഡോട്ട് ഡി എസ് വിൽ ബി ഈക്വൽ ടു ഇ ഡി എസ്. And we know for a spherical surface, ds, surface area, total surface area is equal to 4 pi r squared. Then E dot ds will become 4 pi r square into capital E. Okay, thus by Gauss theorem, E dot ds is equal to q by epsilon naught. So we can equate these two equations. So 4 pi r square into capital E is equal to q by epsilon naught. So E is equal to q by 4 pi epsilon naught into r square. As we all know, the total charge q is equal to 4 pi capital R square into sigma. We consider the charge density of the surface as sigma. So we can substitute that q equation over here and E becomes 4 pi R square into sigma divided by 4 pi epsilon naught into small r square. So capital E is equal to r square by small r square into sigma by epsilon naught, where sigma is the charge density and epsilon naught is the relative permittivity of free space and r is the radius from the origin to a spherical shell and small r the distance from the origin to the spherical Gaussian surface. Okay. Second case, field at a point on the surface of the shell. ഷെല്ലിലുള്ള ഒരു പോയിന്റിലുള്ള ഫീൽഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഫോർ എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ, സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സർഫസ് ഓഫ് ദ ഷെൽ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഒറിജിൻ ആൻഡ് ദ സർഫസ് will be equal to the radius of the shell. So small r is equal to capital of R. അപ്പോൾ എന്ത് വരും, ഫീൽഡ് എന്ന് പറയുമ്പോൾ E is equal to
സിഗ്മ ബൈ എപ്സിലോൺ നോട്ട്. നമ്മൾ ഈ മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷനിൽ ക്യാപിറ്റൽ ആർ തന്നെയാണ് സ്മോൾ ആർ എന്ന് കൊടുക്കുന്നു. സോ അത് രണ്ടും ക്യാൻസലായി. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് എന്ന് വരുന്നു. സോ അതാണ് പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെല്ലിലുള്ള ഫീൽഡ്. കേസ് 3, field at a point inside the shell. For a point inside the shell, the Gaussian surface lies inside the shell, hence encloses no charge. That is, E dot ds is equal to 0. സർഫസ് ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ ഇവിടുത്തെ ഏത് ഫാക്ടർ ആയിരിക്കും 0 ആവുക? E മാത്രം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി ഷെൽ equal to 0, or electric field inside a charged conductor is equal to 0. That is, field inside a uniformly charged spherical shell is always 0. The important point ആണ്. Field inside a uniformly charged spherical shell is always 0. This is true for shell of any shape or size. This disappearance of electric field inside a cavity in a conductor is called as electrostatic shielding. It is very important. What is electrostatic shielding? ഓക്കെ, എല്ലാ ഷെല്ലിനും ഏത് ഷേപ്പ് ആയിക്കോട്ടെ ഏത് സൈസ് ആയിക്കോട്ടെ ഒരു കണ്ടക്ടറിന് അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്.